ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ പുതിയ വ്ളോഗ് ഗൈസ്. വീണ്ടും മറ്റൊരു പുതിയ വ്ളോഗുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദർ നമ്മളെ പുതിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ബൈക്കിന്റെ പേര് ട്രൈം സ്പീഡ് 400 എന്ന് പറയുന്ന ബൈക്കാണ്. അപ്പോൾ നമ്മൾ അതിന്റെ റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. എടുത്തിട്ട് എത്ര മാസമായി? ഏകദേശം 2 മാസമായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഓടിച്ച് നോക്കാം. ഈ ചാനലിൽ ഞാൻ ഇതുവരെയും ബൈക്ക് റൈഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ എന്തെങ്കിലും ആ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. അപ്പം ഹെൽമെറ്റ് എടുക്കട്ടെ. ഹെൽമെറ്റ് എടുത്തിട്ട് വണ്ടി ഓടിച്ച് നോക്കണം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് ഒരു 400cc ബൈക്ക് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പം നമുക്കത് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ അവൻ 2 മാസം യൂസ് ചെയ്തിട്ട് എങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം ഗൈസ്. അപ്പം ഇതാണ് വണ്ടിയുടെ കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ കൂടെയുള്ള കണ്ണനാണ് അടുത്തൂടെ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു. നമ്മൾ ഏകദേശം ഡൊമസ്റ്റിക് എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡൊമസ്റ്റിക് എയർപോർട്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് കഴിഞ്ഞ ഉടനെ നമ്മളടുത്ത വീടിൻ്റെ അടുത്തുള്ള മനോഹരമായ നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ നോക്കുക ഗൈസ്, എന്ത് മനോഹരമാണ് ഈ വ്യൂ. ഇപ്പോൾ സമയം ഏകദേശം 11:30 എന്നാൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമാണ് ബൈക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കാൻ. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം വണ്ടി ഓടിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ഓൾസിയൻസ് എത്തിയിരിക്കുകയാണ്. മനോഹരമായ ഫ്ലൈറ്റ് പോകുന്ന വ്യൂ ആണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. അതിന് നമ്മളെ 2 കസിൻസും കൂടെ നമ്മൾ ബൈക്ക് ഏകദേശം നമ്മളെ ട്രൈം സ്പീഡ് 400 ഓടിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഇപ്പം ശംഖുമുഖത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. നിങ്ങൾ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം കണ്ടു കാണും ഈ വണ്ടി. പക്ഷെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഏകദേശം 2 മാസം ആകും എല്ലാവരും എടുത്തിട്ട്. 2 മാസം ഏകദേശം ഈ വണ്ടി എടുത്തിട്ട് 2 മാസം. ഈ വണ്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ അവൻ പറയും. വണ്ടി ഞാനിവിടെ അല്ല, നോർമലി ബാംഗ്ലൂരാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി വരാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി. ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയി കാണും? ഒരു 4000 ഗൈസ്. അപ്പോൾ ഏകദേശം 4000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഭയങ്കര സ്മൂത്താണ്, പവർഫുൾ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതാണ് വണ്ടിയുടെ മോഡലും കാര്യങ്ങളൊക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വണ്ടീനെ കുറിച്ച്? ലോങ് ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫോർട്ടാണ്. നമുക്ക് ഒത്തിരി സ്ട്രെസ്സായിട്ടൊന്നും തോന്നത്തില്ല. കുറേ ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വണ്ടി സുഖമായിട്ട് വരുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വരാൻ നേരത്ത് അങ്ങനെ ഉണ്ടായിരുന്നു റൈഡ് എക്സ്പീരിയൻസ്?
തമിഴ്നാടൊക്കെ കയറി വരുമ്പോൾ അടിപൊളി, കേരളം കയറി കഴിഞ്ഞാൽ പിന്നെ ആ മഴയെന്ന പോലെ വരാം. അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഞാൻ ഏകദേശം റൈഡ് ഓട്ടിക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് കണ്ണൻ, അല്ല സച്ചിൻ. നിങ്ങൾ വിചാരിക്കും സച്ചിൻ എന്ന് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന്. സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, സച്ചിൻ സന്തോഷാണ്. ഇതാണ് നമ്മളെ പയ്യൻ്റെ വണ്ടി, ഓല S1. ഇപ്പോൾ ഏകദേശം എത്ര നാളായി ഓല എടുത്തിട്ട്? 1.5 വർഷമായി ഗൈസ്. അപ്പോൾ ഓല എടുത്തിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ആയി കാണും? ഒരു 30,000 കിലോമീറ്റർ ഗൈസ്. അപ്പോൾ ഓല എടുത്തിട്ട് ഏകദേശം 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ 2 വണ്ടിയുടെ റിവ്യൂമായി ഞാൻ എന്താ. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ എനിക്ക് പറയാറുണ്ട്. ഞാൻ ഒരാളുടെ നമ്പർ തരാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രയംഫ് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവന്മാർ ഈ വണ്ടീനെ കുറിച്ച് ഫുൾ ഡീറ്റെയിലും എൻ്റെ നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവർ പരിഹരിച്ച് തരും. അപ്പം ഗൈസ് ഇതാണ് വണ്ടി, ട്രയംഫ് സ്പീഡ് 400 എന്ന് 2 ചെറിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ ആദ്യത്തെ ഒരു വണ്ടി വ്ളോഗാണ്. ട്രയംഫിൽ തന്നെ തുടങ്ങാം ഗൈസ്. നമുക്ക് ഇനി ഭാവിയിൽ ഏതൊക്കെ വണ്ടി വരുമെന്ന് നമുക്കിനി കണ്ടറിയാം എൻ്റെ വ്ളോഗിൽ. നമ്മൾ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുണ്ട്. നമുക്ക് കുറച്ച് നാളായി ഗൈസ് ബീച്ചിലോട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇത് കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞ സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് നാളായി ബീച്ചിലോട്ടൊക്കെ വന്നിട്ട്. ഇതാണ് ശംഖുവം ബീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉണ്ടോ ഗൈസ്? വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ 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 ഗൈസ്.